പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കാണ്ടാമൃഗം ജീവിച്ചിരുന്നു. അവന് മറ്റു മൃഗങ്ങളോടെല്ലാം പുച്ഛമായിരുന്നു. താനാണ് കാട്ടിലെ സുന്ദരനെന്നും മറ്റുള്ളവരെല്ലാം കാണാൻ ഒട്ടും തന്നെ ഭംഗിയില്ലാത്തവരെന്നുമായിരുന്നു അവൻ്റെ വിചാരം. ഇത്രയും സൗന്ദര്യമുള്ള തന്നെ മറ്റു മൃഗങ്ങളെല്ലാം ബഹുമാനിക്കണമെന്നായിരുന്നു കാണ്ടാമൃഗത്തിൻ്റെ ആവശ്യം. മൃഗരാജനായ സിംഹത്തെ പോലും അവൻ ഈ ആവശ്യത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല. ഭയം കൊണ്ട് ആരും തന്നെ കാണ്ടാമൃഗത്തിനോട് എതിരിടാൻ മുതിർന്നില്ല. കാട്ടിലെ കൊമ്പിന് പോലും അവന് അത്രയ്ക്ക് ഭയമായിരുന്നു. ദൂരെയെങ്ങാനും അവൻ്റെ നേരെ കാണുന്ന മാത്രയിൽ മൃഗങ്ങളെല്ലാം ഓടി ഒളിക്കുക പതിവാക്കി. പക്ഷെ ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. ഇവനെ പേടിച്ച് എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ കഴിയും? ഇങ്ങനെയെങ്കിലും ഇവൻ്റെ അഹങ്കാരം ഒന്ന് അവസാനിപ്പിച്ചേ മതിയാവും. ഒരു ദിവസം മറ്റു മൃഗങ്ങളെല്ലാം സിംഹരാജന്റെ അധ്യക്ഷതയിൽ ഒരു ആലോചനാ യോഗം നടത്തി. കാണ്ടാമൃഗത്തെ ഒതുക്കാനായി പലരും പല നിർദ്ദേശങ്ങളും വെച്ചു. പക്ഷേ അവയൊന്നും പ്രായോഗികമാക്കാൻ കഴിയുന്നവയായിരുന്നില്ല. ഒടുവിൽ കുരങ്ങന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു ആശയം അവൻ സഭയിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും അത് സ്വീകാര്യമാവുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ പരിപാടി നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ച് യോഗം പിരിഞ്ഞു. അടുത്ത ദിവസം കുരങ്ങനും കുറുക്കനും കൂടി ആ കാടിന് തൊട്ടടുത്തുള്ള മനുഷ്യരുടെ ഗ്രാമത്തിലേക്ക് യാത്രയായി. തങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഭംഗിയായി നിർവഹിച്ച ശേഷം ഇരുവരും അന്ന് തന്നെ വനത്തിലേക്ക് മടങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ കുരങ്ങനും കുറുക്കനും ചേർന്ന് കാണ്ടാമൃഗത്തിന്റെ വസതിയിലെത്തി. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇരുവരും ഉറക്കെ കാണ്ടാമൃഗത്തെ വിളിച്ചു. ഉറക്കമായിരുന്ന കാണ്ടാമൃഗം പുറത്ത് കുരങ്ങനെയും കുറുക്കനെയും കണ്ടപ്പോൾ, ഈ വൃത്തികെട്ട ജന്തുക്കളാണ് കാലത്ത് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത്. എന്ത് വേണം? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ചേട്ടാ, ഒരു വിശേഷപ്പെട്ട ജന്തു കാട്ടിലെത്തിയിരിക്കുന്നു. എന്തൊരു ഭംഗി അതിനെ കാണാമെന്നോ? ഭംഗിയോ? എന്നോളം ഭംഗിയുണ്ടാടാ ആ ജന്തുവിന്? അതെങ്ങനെ ഞങ്ങൾ പറയും? എല്ലാവരും പറയുന്നത് ചേട്ടനേക്കാൾ 10 മടങ്ങ് സൗന്ദര്യം ആ പുതിയ ജന്തുവിനുണ്ടെന്നാണ്. പക്ഷെ ഞങ്ങൾ അത് സമ്മതിച്ചിട്ടില്ല. ഓഹോ, എന്നേക്കാൾ വലിയൊരു സുന്ദരനുണ്ടെങ്കിൽ അവനെ ഇപ്പോൾ കണ്ടിട്ട് തന്നെ കാര്യം. എവിടെയാണോ ആ ജന്തു ഉള്ളത്? വരൂ, ഞങ്ങൾ കാണിച്ചു തരാം. കാണ്ടാമൃഗം കുരങ്ങനെയും കുറുക്കനെയും അനുഗമിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു വലിയ മൃഗക്കൂട്ടം. എല്ലാ മൃഗങ്ങളും അവിടെ കൂടിയിട്ടുണ്ട്. കാണ്ടാമൃഗം മസിൽ പിടിച്ച് തലയുയർത്തി നടന്നു തുടങ്ങി. കാണ്ടാമൃഗത്തിന് എല്ലാവരും വഴിമാറി കൊടുത്തു. ചെന്നപാടി അവൻ ആഘോഷിച്ചു. ആരാണ് ഇവിടെ ഒരു സുന്ദരൻ? ഇറങ്ങി വാട പുറത്തേക്ക്. അതാ അവിടെയുണ്ട്. കുരങ്ങൻ കൈ ചൂണ്ടിയ ദിശയിലേക്ക് കാണ്ടാമൃഗം നോക്കി. അവൻ ആ പുതിയ ജന്തുവിനെ കണ്ടു. ഈ വിരൂപനെയാണോ കുട്ടികളായ നിങ്ങൾ സുന്ദരനെന്ന് വാഴ്ത്തിയത്? തടിച്ചു ചീർത്ത ദേഹം, കൂമ്പൻ തേറ്റ, വലിയ വായ, അറപ്പും വെറുപ്പും തോന്നിക്കുന്ന ഈ രൂപത്തെ കാണുമ്പോൾ എനിക്ക് ഓക്കാനും വരുന്നു. മാറി നിൽക്കാൻ പറയും ആ വൃത്തികെട്ട ജന്തുവിനോട്. ഈ ലോകത്ത് ഇത്രയും വിരൂപനായ ഒരു ജന്തുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാണ്ടാമൃഗത്തിന്റെ വാക്കുകൾ കേട്ട് കാട്ടിൽ മുഴുവൻ പൊട്ടിച്ചിരി മുഴങ്ങി. അവിടെ കൂടിയിരിക്കുന്ന മൃഗങ്ങളെല്ലാം ചിരിച്ചു ചിരിച്ച് മണ്ണേർത്തി. കാണ്ടാമൃഗം ദേഷ്യത്തോട് ചോദിച്ചു, എന്തിനാടാ ഇങ്ങനെ ഇളിക്കുന്നത്? അപ്പോൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് കുരങ്ങ് മുന്നോട്ട് വന്ന് പറഞ്ഞു, എടോ അഴകിയ രാവണൻ, നീ വൃത്തികെട്ട ജന്തുവാണെന്ന് പറഞ്ഞത് ആരെയാണെന്ന്? നിന്നെ തന്നെ, നിന്റെ സ്വന്തം രൂപത്തെയാണ് നീ ഇത്രയും നേരം വർണ്ണിച്ചത്. സംശയമുണ്ടെങ്കിൽ വീണ്ടും കണ്ടോ. ഇതൊരു കണ്ണാടിയാണ്. ഇതിൽ നീ കണ്ടതും അഭിപ്രായം പറഞ്ഞതും എല്ലാം നിന്നെ കുറിച്ച് തന്നെ. തന്റെ രൂപം മറ്റുള്ള മൃഗങ്ങളെക്കാൾ വിരൂപമാണ് എന്ന സത്യം ബോധ്യമായ കാണ്ടാമൃഗം തനിക്ക് പറ്റിയ മണ്ടത്തരത്തിൽ ലജ്ജിച്ച് ആ കാട്ടിൽ നിന്ന് അപ്പോൾ തന്നെ മറ്റൊരിടത്തേക്ക് ഓടിപ്പോയി.